ഹായ്, ഈ കാണുന്നതാണ് അൽമാട്ടിയിലെ ഒരു മെട്രോ സ്റ്റേഷൻ. ഒപ്പേറ ഹൗസിന്റെ മുമ്പിലുള്ള പാൻഫിലാവ് സ്ട്രീറ്റിലൂടെ ഞങ്ങളിങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു സ്റ്റേഷൻ കണ്ടത്. എന്നാൽ പിന്നെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെ കണ്ട് ട്രെയിനിലൊക്കെ ഒന്ന് കയറാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോഴാണ് ദേ ഈ റെഡ് ലൈനിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പൊതുവെ ഇംഗ്ലീഷ് അത്ര യൂസ് ചെയ്യാറില്ല എങ്കിലും ഈ സ്റ്റേഷനിൽ ദേ ഇവിടെയൊക്കെ ഇംഗ്ലീഷിൽ തന്നെ പേര് എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അവർക്കും മനസ്സിലായി ഭാഗ്യത്തിന്. അപ്പോൾ അവര് ഞങ്ങൾക്ക് 2 ആൾക്കാർ 2 വലിയ ആൾക്കാർക്കുള്ള ടിക്കറ്റാണ് തന്നത്. കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ 30 രൂപയാണ് ടിക്കറ്റ് ആയത്. ഞങ്ങൾ ഈ സ്റ്റേഷനിന്ന് തൊട്ടടുത്തുള്ള അബ്ബ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പം അവിടുത്തെ 120 ടെങ്ങയാണ് ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് എൻട്രി വഴി കയറിയപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ സ്റ്റേഷനിൽ. എൻട്രി കയറി കഴിഞ്ഞപ്പോൾ നേരെ താഴേക്ക് വലിയൊരു എസ്കലേറ്ററാണ് കണ്ടത്. ഇവിടുത്തെ മിക്ക ഏം, സ്റ്റേഷനുകൾ ഒരു 20 തൊട്ട് 40 മീറ്റർ വരെ താഴെയാണത്രേ ഉള്ളത്. നമ്മളിപ്പോൾ പുറത്തൂടെ നടക്കുകയാണെങ്കിൽ ഇവിടെ ട്രെയിനൊന്നും പോകുന്നത് കാണില്ല. അപ്പം എല്ലാം ട്രെയിൻ അണ്ടർപാസിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് കാണുന്ന ഫുള്ള് നല്ല ഭംഗിയുള്ള ആഹ്, നല്ല വൃത്തിയുള്ള കൺസ്ട്രക്ഷനാട്ടോ. അപ്പൊ പുതിയ രീതിയിൽ തന്നെയാണ് നന്നായിട്ട് തന്നെ ഇന്റീരിയറും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് അവരെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ വരെ ഭിക്ഷയ്ക്ക് ആൾക്കാർ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അൽമാട്ടിയിൽ ഞങ്ങൾ വന്നതിന് ശേഷം ഒരൊറ്റ ആളെ പോലും ഭിക്ഷയ്ക്ക് ആരെ പോലും കണ്ടില്ല. പ്രത്യേകിച്ച് ഈ മെട്രോ സ്റ്റേഷനിൽ പോലും ആരും ഇല്ലായിരുന്നു. പിന്നെ പൊതുവെ തിരക്ക് കുറവായിരുന്നു. ചെറിയൊരു സ്റ്റേഷനുമാണ്. അപ്പം ഇവിടെ ഞങ്ങള് ട്രെയിനിൽ പോയപ്പം തന്നെ കൂടുതലും കണ്ടത് കോളേജിലുള്ള പഠിക്കുന്ന കുട്ടികളെയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേഷന്ന് അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ള ഒരു സ്റ്റേഷനാണ്. അപ്പൊ അവിടേക്ക് പോകുന്ന കോളേജ് കുട്ടികളാണ് കൂടുതൽ ഈ മെട്രോ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. ഞാൻ ആ ട്രെയിനിൽ കയറുന്ന വീഡിയോസ് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പം കുട്ടികളെയും കൊണ്ട് എടുത്ത് കയറിയത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി അവിടെ അടുത്ത സ്റ്റേഷനിലെത്തി. ഇതുപോലെ തന്നെ വലിയൊരു എസ്കലേറ്റർ തിരിച്ച് കയറിയിട്ട് നമ്മൾ എക്സിറ്റിലേക്ക് കടന്നു. നമ്മൾ കയറിയപ്പം കണ്ട അതേ ഒരു ഭംഗിയാണ് കേട്ടോ ഇറങ്ങിയപ്പോഴും. എക്സിറ്റും അതേപോലെ തന്നെയുള്ളൊരു സ്റ്റേഷനിലാണ് ഇറങ്ങിയതും. അതിൻ്റെ അടുത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.